നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ അതിന്റെ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ വാരത്തിൽ തന്നെ ഒട്ടേറെ നാടകീയ സംഭവങ്ങൾക്കും വിവാദങ്ങൾക്കും ഷോ സാക്ഷ്യം വഹിച്ചു. അക്ബർ ഖാൻ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അപമാനിച്ചത് വലിയ വിവാദത്തിന് തിരികൊളുത്തി. ഈ വിഷയത്തിൽ അവതാരകൻ മോഹൻലാൽ ശക്തമായി പ്രതികരിക്കുകയും അക്ബറിന് ശിക്ഷ നൽകുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ബിഗ് ബോസിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടാതെ മുൻഷി രഞ്ജിത്ത് ആദ്യ എവിക്ഷനിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തായത് പ്രേക്ഷകരെ ഞെട്ടിച്ചു. ബിഗ് ബോസ് വീട്ടിൽ റോബോട്ടിക് നായ ഉൾപ്പെടെയുള്ള പുതിയ മാറ്റങ്ങളും ഈ സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനിടെ ഹൗസിനുള്ളിലെ കലഹങ്ങൾ കാരണം ഷോ താൽക്കാലികമായി നിർത്തിവെച്ചേക്കുമെന്ന സൂചന നൽകുന്ന പ്രൊമോയും പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഇതിനിടയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് മത്സരാർത്ഥി രേണു സുധി ആരോഗ്യപരമായ കാരണങ്ങളാൽ പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ പ്രയാസമാണെന്നും രേണു തുറന്നു പറഞ്ഞതായിട്ടാണ് വിവരം. ബിഗ് ബോസ് വീട്ടിൽ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അപമാനിച്ചതുൾപ്പെടെയുള്ള ചില സംഭവങ്ങൾ രേണുവിനെ മാനസികമായി തളർത്തിയിരുന്നതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. കൂടാതെ മറ്റ് മത്സരാർത്ഥികളുമായുള്ള തർക്കങ്ങളും രേണുവിനെ വിഷമിപ്പിച്ചിരുന്നു. ഈ സംഭവങ്ങളൊക്കെ ഒടുവിലാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നതായി രേണു വെളിപ്പെടുത്തിയത്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരാർത്ഥികളുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരു മെഡിക്കൽ ടീം എപ്പോഴും ഉണ്ടെന്നാണ് മുൻ മത്സരാർത്ഥികൾ പറയുന്നത്. എന്നിരുന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരാൾക്ക് ഷോയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യ സംഭവമല്ല. മിഡ് വീക്ക് എവിക്ഷൻ സാധ്യതയുള്ള 6 പേരുടെ പട്ടികയിൽ രേണുവിന്റെ പേരുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യം രേണുവിന്റെ പുറത്തു പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ.